നമസ്കാരം. സമര അതിക്രമം നടത്തിയെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം നൽകിയ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചു. ഈ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ വാദം പൂർത്തിയായിട്ടുണ്ട്. ജാമ്യം നൽകരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, പോലീസിനെ അതിക്രമിച്ചു, ഒരു പോലീസുകാരന് ഗുരുതരമായ പരിക്കുണ്ട്, പോലീസിനെ പട്ടിക കൊണ്ട് രാഹുലിൻ്റെ നേതൃത്വത്തിൽ ആക്രമിച്ചു എന്നുള്ള ഒരു വാദവും പ്രോസിക്യൂഷൻ ഉയർത്തി. എന്നാൽ കേസിൽ ഇതൊക്കെ വെറുതെ പറയുന്ന വാദങ്ങളാണെന്നും മനഃപൂർവ്വം രാഹുലിനെ കേസിൽ പെടുത്താനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുമാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത്. ഉച്ചയ്ക്ക് ശേഷം രാഹുലിൻ്റെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒപ്പം മാധ്യമപ്രവർത്തകരുമുണ്ട്. ഇദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ശേഷം കോടതി ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ വാദം പൂർത്തിയായ ജാമ്യ ഹർജിയിൽ എന്ത് വിധി പറയും? രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കുമോ, അതോ അദ്ദേഹത്തെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുമോ, അദ്ദേഹത്തിനെതിരെ വീണ്ടും പുതിയ കേസെടുക്കുമോ തുടങ്ങിയ ചില ആശങ്കയിലാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ. ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ജാമ്യ ഹർജിയിൽ വിധി പറയും.